നാഗ ചതുർത്ഥി വരികയാണ് ആഗസ്റ്റ് 16-ാം തീയതി. അതായത് കർക്കിടകം 31-ാം തീയതിയാണ്. അന്ന് അത്ത നക്ഷത്രമാണ്. അപ്പോൾ ആ നാഗചതുർത്ഥി എന്ന് പറയാൻ കാരണം എന്താണ് എന്നുള്ളതാണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്. അപ്പോൾ സാധാരണഗതിക്ക് നേരെ ചതുർത്ഥി ആണ് നാഗങ്ങളുടേതായിരിക്കുന്ന 2-3 തിഥികളുണ്ട്. പഞ്ചമിക്ക് ആഘോഷിക്കുന്നതായിരിക്കുന്ന ആ നാഗപഞ്ചമി എന്ന് പറയും. നാഗപഞ്ചമി എന്നുള്ള തിഥിയുണ്ട്. അപ്പോൾ എല്ലാ തിഥിയും പ്രധാനമാണെങ്കിലും 2 തിഥികളാണ് പ്രധാനം. ഒന്ന് നാഗചതുർത്ഥി, മറ്റൊന്ന് നാഗപഞ്ചമി. അപ്പോൾ ഈ ചതുർത്ഥിക്കുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരെ അത് 4ാമത്തെ ആ ദിവസമാണ്, തിഥിയാണ്. അപ്പോൾ സാധാരണഗതിക്ക് നേരെ പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ വെച്ചാൽ ഭൂമി മുഴുവൻ തന്നെ സർപ്പങ്ങൾക്ക് നേരെ അധീനമാണെന്നാണ്. അപ്പോൾ സർപ്പങ്ങളുടെ ഭൂമിയാണ് നമ്മുടെ ഭൂമി. അപ്പോൾ ഭൂമി മുഴുവൻ ശരിക്കും സർപ്പമാണ്, നാഗങ്ങളാണ് ഈ ഭൂമിയുടെ അവകാശികൾ. പക്ഷേ ആ അവകാശികളായിരിക്കുന്ന നാഗങ്ങളുടെ ഭൂമിയാണ് നമ്മൾ താമസിക്കുന്നതെന്നാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി, അതുകൊണ്ട് നേരെ നാഗങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടായി, നാഗദോഷങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ സമയത്താണ് നേരെ നാഗങ്ങളെ പ്രീതിപ്പെടുത്താനുള്ളതായിരിക്കുന്ന കർമ്മങ്ങൾ പരശുരാമനാൽ നിക്ഷിപ്തമാണെന്നാണ്. അപ്പോൾ പരശുരാമനാൽ നിക്ഷിപ്തമായിട്ട് നേരെ നാഗ ചതുർത്ഥി ആഘോഷിക്കാൻ തുടങ്ങി. കാരണം നാഗചതുർത്ഥി എന്ന് പറഞ്ഞാൽ ചതുർത്ഥിയുടെ ആഘോഷം നേരെ നാഗങ്ങൾ സാധാരണ 2 തരത്തിൽ നാഗങ്ങളാണ്. ഒന്ന് വൈഷ്ണവ നാഗങ്ങളുണ്ട്, ശൈവനാഗങ്ങളുണ്ട്. അപ്പോൾ ശൈവനാഗങ്ങൾക്ക് നാഗപഞ്ചമിയാണ്. പഞ്ചമിയാണ് ശൈവ സമ്പ്രദായത്തിൽ. നാഗസമ്പ്രദായത്തിൽ ചതുർത്ഥി സമ്പ്രദായമാണ് വൈഷ്ണവ സമ്പ്രദായത്തിൽ. അപ്പോൾ അതുകൊണ്ട് നേരെ നാഗചതുർത്ഥിക്ക് ഉള്ളതായിരിക്കുന്ന സംഗതി നേരെ വൈഷ്ണവനാഗങ്ങളുണ്ട്. അപ്പോൾ വൈഷ്ണവനാഗങ്ങൾക്ക് ആണ് കൂടുതൽ പ്രാധാന്യം. അപ്പോൾ വൈഷ്ണവനാഗങ്ങൾ അനന്തൻ്റേതായിരിക്കുന്ന വംശപരമ്പരകൾ ഒക്കെ വൈഷ്ണവനാഗങ്ങളാണ്. അപ്പോൾ വൈഷ്ണവനാഗങ്ങളെ സന്തോഷിപ്പിച്ച് കഴിഞ്ഞാൽ വിഷ്ണുപ്രസാദമുണ്ടാകും, സന്തതി പരമ്പരകളുണ്ടാകും, നാഗദോഷങ്ങളൊക്കെ ഇല്ലാതായിട്ട് തീരും. അതാണ് നാഗചതുർത്ഥിക്ക് നമ്മൾ ആരാധനകൾ ചെയ്യാം. അപ്പോൾ അത് ആ സമയത്താണ് നമ്മൾ അനന്തൻ, തക്ഷകൻ, വാസുകി ഇങ്ങനെയുള്ളതായിരിക്കുന്ന ദേവതമാരെ നമ്മൾ ആഘോഷിക്കും. അപ്പോൾ അങ്ങനെയുള്ള ദേവന്മാരെ ആരാധിക്കുമ്പോൾ അത് ചതുർത്ഥിക്ക് വൈഷ്ണവ സമ്പ്രദായത്തിലാണ് ആരാധനകൾ നടത്തുക. മറ്റേതാണെങ്കിലോ പഞ്ചമിക്കാണെങ്കിൽ ശൈവ സമ്പ്രദായത്തിൽ ചെയ്യും. അപ്പോൾ ചതുർത്ഥിക്ക് ആ വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള നാഗങ്ങൾക്കാണ് ശക്തി കൂടുക. അതുകൊണ്ടാണ് നാഗചതുഷ്ടി എന്നാണ് പറയാം. അപ്പോൾ 4 തരത്തിലുള്ളതായിരിക്കണം നാഗങ്ങൾ. ഇപ്പോൾ നാഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മണിനാഗങ്ങളുണ്ട്, കരിനാഗങ്ങളുണ്ട്, അതേപോലെയുള്ളതായിരിക്കുന്ന നാഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ശ്രേഷ്ഠ നാഗങ്ങളുണ്ട്. അപ്പോൾ മണിനാഗം, കരിനാഗം തുടങ്ങിയിരിക്കുന്ന നാഗസമൂഹങ്ങളുണ്ട്. പിന്നീട് നേരെ തക്ഷകൻ തുടങ്ങിയിരിക്കുന്നതായിരിക്കുന്ന ഉഗ്രന്മാരായിരിക്കുന്ന നാഗങ്ങളുണ്ട്. പിന്നെ അനന്തൻ തുടങ്ങിയിരിക്കുന്ന സാധാരണ സാധുവായിരിക്കുന്ന അല്ലെങ്കിൽ ശാന്തത്തിനായിരിക്കുന്ന നാഗങ്ങളുണ്ട്. അപ്പോൾ എല്ലാ വിധത്തിലുള്ളതായിരിക്കുന്ന 4 തരത്തിലുള്ളതായിരിക്കുന്ന നാഗങ്ങളെയും നമുക്ക് ആരാധിക്കാൻ സാധിച്ചാൽ നേരെ വൈഷ്ണവ നാഗങ്ങളൊക്കെ സന്തോഷിക്കും. അപ്പോൾ വിഷ്ണു പ്രസാദിച്ചാൽ നാഗഭയങ്ങൾ ഉണ്ടാവില്ല. അതേപോലെ നാഗം വന്ന് ദംശിച്ചാലും നേരെ നമുക്ക് ആ നാഗചതുഷ്ടി നമ്മൾ ആഘോഷിച്ച് കഴിഞ്ഞാൽ, നടത്തി കഴിഞ്ഞാൽ നമുക്ക് നാഗഭയങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ആ നാഗചതുഷ്ടിയുടെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ടാണ് നാഗചതുഷ്ടിക്ക് കേരളത്തിൽ അങ്ങനെ എല്ലായിടത്തും അങ്ങനെ ചെയ്യാറില്ലെങ്കിലും അപ്പോൾ നാഗചതുഷ്ടി നടത്തുന്നതായിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതേപോലെ ആ സമ്പ്രദായമുണ്ട്. അപ്പോൾ നാഗചതുഷ്ടി നേരെ ആചരിച്ചു വരുന്നത്. അപ്പോൾ ബാക്കി സ്ഥലങ്ങളിലൊക്കെ തന്നെ നാഗപഞ്ചമി എന്നൊരു പഞ്ചമി തിഥിയിൽ ആചരിക്കുന്നതുണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിൽ നാഗങ്ങളെ തിഥി തോറും അതേപോലെ തന്നെ നേരെ നക്ഷത്രം തോറും മാസം തോറും ഒക്കെ ആരാധിക്കുന്ന സമ്പ്രദായമാണ്. അപ്പോൾ നാഗങ്ങളെ നമ്മൾ ആരാധിക്കണം എന്ന് നിശ്ചയിച്ചപ്പോൾ മാസം, തിഥി, അതേപോലെ തന്നെ ആ നക്ഷത്രം, അപ്പോൾ അങ്ങനെയാണ് ആരാധന എന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനം നേരെ എന്താണ്, തിഥിയാണ്. ആ തിഥി ആയതുകൊണ്ടാണ് വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള ആരാധനയ്ക്ക് തിഥി നേരെ ചതുർത്ഥിയാണ്. ഇപ്പോൾ ശൈവ സമ്പ്രദായത്തിൽ പഞ്ചമിക്കാണ്. പിന്നീട്
നേരെ മാസങ്ങളിൽ എന്താണ് കന്നിമാസത്തിലാണ് വരും. അപ്പോൾ കന്നിമാസത്തിൽ ഉള്ളതായിരിക്കുന്ന ആ നാഗങ്ങളുടെ ആഘോഷങ്ങളുണ്ട്. പിന്നെ ചിലതാണെങ്കിലോ തുലാമാസത്തിലാണ്. അപ്പോൾ കന്നിമാസത്തിലെ ആയില്യമുണ്ട്, തുലാമാസത്തിലായിട്ടുണ്ട്. മാസപ്രകാരമുള്ള ആയില്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഓരോ തരത്തിൽ മാസപ്രകാരവും തിഥിപ്രകാരവും പിന്നെ ചില നക്ഷത്രങ്ങളിലും നേരെ നാഗങ്ങളെ ആരാധിക്കാറുണ്ട്. അപ്പോൾ അത് ഏത് രൂപത്തിലും ആരാധിക്കണം. അതിൽ നേരെ വൈഷ്ണവ സമ്പ്രദായത്തിലുള്ളതായിരിക്കുന്ന നാഗങ്ങൾക്കാണ് നേരെ ചതുഷ്ടി ആ രൂപത്തിൽ 4ാമത്തെ തിഥി ചതുഷ്ടി എന്ന് പറയാം. ആ ചതുഷ്ടിയിൽ നമ്മൾ നേരെ നാഗചതുഷ്ടിയായിട്ട് ആചരിക്കുന്നത്.